വർഷത്തെ അധികാരഭ്രഷ്ടിന് ശേഷം കരുത്തുറ്റ വിജയവുമായി UDF അധികാരത്തിലെത്തിയിട്ടും കോൺഗ്രസിനുള്ളിലെ മുഖ്യമന്ത്രി പോര് അവസാനിക്കാത്തത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ മുഴുവൻ പിടിച്ചു കുലുക്കുന്നത്. ഈ അധികാര പോരിനിടെയാണ് ഇപ്പോൾ പാലക്കാട്ടെ MP-യും യൂത്ത് കോൺഗ്രസിന്റെ ശക്തമായ യുവ സാന്നിധ്യവുമായ ഷാഫി പറമ്പിൽ നേരിടുന്ന കടുത്ത സൈബർ ആക്രമണങ്ങളെ കുറിച്ച് പറയാൻ പോകുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്ന ആരോപണമാണ് ഒരു വിഭാഗം കോൺഗ്രസ് സൈബർ പ്രവർത്തകരെ ഷാഫിക്കെതിരെ തിരിയാനിടയാക്കിയത്. ഉമ്മൻചാണ്ടിയുടെ ചിത്രം ഉൾപ്പെടുത്തി "നമ്മൾ ജയിച്ചു സാർ, അങ്ങനെ ക്രൂശിച്ചവരെ ജനം ശിക്ഷിച്ചു" എന്ന കുറിപ്പോടെ ഷാഫി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച പോസ്റ്റാണ് വിവാദത്തിന് തുടക്കമായത്. പോസ്റ്റിന് താഴെ എത്തിയ കമന്റുകളിൽ ഭൂരിഭാഗവും VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യമായിരുന്നു. വർത്തമാന കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട രാഷ്ട്രീയക്കാരനാണ് KC. ജനങ്ങളെ വിഡ്ഢികളാക്കരുത്, VD-യാണ് ഗെയിം ചേഞ്ചർ. ഇപ്പോൾ VD-യെ ക്രൂശിക്കാനിറങ്ങുന്ന നിങ്ങളെയും ജനം ശിക്ഷിക്കും എന്നിങ്ങനെ അതിരൂക്ഷമായ ഭാഷയിലാണ് പ്രതികരണങ്ങൾ. YouTube ബ്രൂട്ടസ് എന്ന പരാമർശം വരെ ഉയർന്നത് VD സതീശന് അനുകൂലമായി കോൺഗ്രസിനുള്ളിലെ വികാര തീവ്രത എത്രമാത്രമാണെന്ന് വ്യക്തമാക്കുന്നതാണ്. ഒരിക്കൽ കോൺഗ്രസിലെ ഏറ്റവും ശക്തമായ സൈബർ പിന്തുണ ഉണ്ടായിരുന്ന നേതാക്കളിൽ ഒരാളായിരുന്നു ഷാഫി പറമ്പിൽ. യൂത്ത് കോൺഗ്രസിനും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിനുമിടയിൽ വലിയ സ്വാധീനം നേടിയ നേതാവായിരുന്നു അവരുടെ എല്ലാം ഷാഫിക്ക. എന്നാൽ ഇപ്പോൾ അതേ സൈബർ സ്പേസിൽ തന്നെ ഷാഫിക്കെതിരെ വലിയൊരു വിഭാഗം തുറന്നടിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ഇത് വ്യക്തിപരമായ വിമർശനം മാത്രമല്ല, കോൺഗ്രസിനുള്ളിലെ അധികാര കേന്ദ്രീകരണത്തെയും നേതൃത്വ ചർച്ചകളെയും ചുറ്റിപ്പറ്റിയുള്ള വലിയ അസ്വസ്ഥതയുടെ പ്രതിഫലനമായാണ് വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷമായി പ്രതിപക്ഷ നേതാവായി VD സതീശൻ നടത്തിയ പ്രവർത്തനങ്ങളാണ് UDF-ന്റെ തിരിച്ചുവരവിന് കരുത്തായതെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ ഉയർത്തുന്ന പ്രധാന വാദം. സ്വർണ്ണക്കടത്ത് മുതൽ AI ക്യാമറ വിവാദം വരെ സർക്കാരിനെതിരെ തുടർച്ചയായ രാഷ്ട്രീയ ആക്രമണങ്ങൾ നയിച്ചതും കോൺഗ്രസിനെ വീണ്ടും പോരാട്ട രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നതും VD സതീശനാണെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം VD-ക്ക് നിഷേധിക്കാനുള്ള ശ്രമങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വികാരം. ജനപ്രിയരായ നേതാക്കളെ അവഗണിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ മറുപടി നൽകും. ജനപിന്തുണ ഡൽഹിയിലെ ഇടപാടുകളേക്കാൾ വലുതാണ്. ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന വികാരത്തെ കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിയണം എന്നിങ്ങനെയുള്ള പ്രതികരണങ്ങളും വ്യാപകമായി ഉയരുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദ സമയത്ത് VD സതീശൻ എടുത്ത കടുത്ത നിലപാടുകൾക്ക് പിന്നാലെയാണ് ഷാഫി VD-ക്കെതിരെ മാറിയതെന്ന ആരോപണവും ചിലർ ഉന്നയിക്കുന്നു. അതേസമയം മുസ്ലിം ലീഗിനുള്ളിൽ നിന്നുള്ള ചില പ്രവർത്തകരും ഷാഫിക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ജനകീയ നേതാക്കളെ തള്ളിക്കളയാൻ കൂട്ടുനിൽക്കരുതെന്നും പാർട്ടിക്കുള്ളിലെ ജനവികാരം അവഗണിച്ചാൽ രാഷ്ട്രീയമായി തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും അവർ മുന്നറിയിപ്പ് നൽകുന്നു. മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യം ഇപ്പോൾ കോൺഗ്രസിലെ ആഭ്യന്തര വിഷയത്തിൽ നിന്ന് മാറി പൊതുസമൂഹത്തിന്റെ രാഷ്ട്രീയ ചർച്ചയായി മാറിയിരിക്കുകയാണ്. UDF-ന് വൻ വിജയം സമ്മാനിച്ച ജനവിധിക്ക് പിന്നാലെ അധികാര തർക്കം തുടരുന്നത് മുന്നണിയുടെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്നുവെന്നാണ് വിമർശനം. ഹൈക്കമാൻഡിന്റെ തീരുമാനം വൈകുന്നതും നേതാക്കൾ തമ്മിലുള്ള പരസ്യമായ പോരാട്ടവും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയാണ്. ഒരു വശത്ത് KC വേണുഗോപാൽ അനുകൂലികളും മറുവശത്ത് VD സതീശൻ അനുകൂലികളും ശക്തമായി നിലകൊള്ളുമ്പോൾ ഷാഫി പറമ്പിലിനെ പോലെയുള്ള യുവ നേതാക്കളും ഈ പോരാട്ടത്തിന്റെ മധ്യത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. കോൺഗ്രസിന്റെ ഭാവി നേതൃത്വ രാഷ്ട്രീയത്തെ തന്നെ നിർണ്ണയിക്കാവുന്ന ഘട്ടത്തിലേക്കാണ് ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ നീളുന്നത്.